ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. എല്ലാവരും ചേർന്ന് ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ആടിപ്പീണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതന. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതന. മൊഴിയിൽ കേട്ടു, മൊഴിയിൽ കേട്ടു രക്ഷകൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇൻപ വചനത്തെ. പകരം എന്തു നൽകും? പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും. അവസാനമായി എല്ലാവരും കരങ്ങൾ ഉയർത്തി, നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം. സാധാരണമായ കരങ്ങൾ വീശിക്കൊണ്ട് ഹൃദയത്തിനെ ആടുന്നു.
കരങ്ങളടിച്ച് ചില നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉടരപടയത് ആദ്യനം അന്ത്യനം സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ സർവശക്തനായ ദൈവത്തെ കരങ്ങളടിച്ച് ശക്തിയോടെ അന്യഭാഷകളിൽ ഹല്ലേലൂയ. ഉടരബലപടയത് വിമനവർഷന്തരബല അതരം തുറന്ന് ശക്തിയോടെ കരങ്ങളടിച്ച പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം അതിശക്തമായി ഈ ഹോളിൽ ചലിക്കുകയാണ്. ശക്തമായി ദൈവ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ നാഥൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നു. നമ്മുടെ മഹാരാജാവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ നല്ല രാത്രികാലത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കൊയ്ത്തുത്സവത്തിന്റെ രണ്ടാമത്തെ രാത്രികാലം ഞങ്ങൾ അങ്ങയുടെ പാദാന്തിയിലായിരിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങയെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിൽ വായിക്കുന്ന പ്രകാരമുള്ള സകല വിടുതലും സകല അത്ഭുതങ്ങളും ഞങ്ങളുടെ മധ്യേ ഇന്ന് രാത്രികാലം നടക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ദൈവദാസനെ ഉപയോഗിക്കണം, ശക്തിയോട് ഉപയോഗിക്കണം. ദൈവവചനത്തിന് മർമ്മങ്ങൾ പ്രസ്താവിക്കാൻ ദൈവമണിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. തന്റെ മക്കളെ കർത്താവെ എല്ലാവരെയും കൂടെ കരങ്ങളിൽ തരുന്നു കർത്താവെ. തന്റെ മക്കൾ ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഹല്ലേലൂയ അർപ്പിച്ച വഴിപാടിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. അവർ അർപ്പിച്ച വഴിപാടിന് കർത്താവെ ഹല്ലേലൂയ 100 ഇരട്ടിയായി കർത്താവെ ഹല്ലേലൂയ അങ്ങ് പകരം നൽകണം കർത്താവെ. അവർക്ക് കർത്താവെ പുതുവഴികളെ തുറക്കണം കർത്താവെ. ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ കൈത്താങ്ങൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ പുതുവഴികൾ തുറന്ന് കർത്താവെ ശക്തമായി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് ശുശ്രൂഷ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പരിപാലിക്കണം, വഴി നടത്തണം. എല്ലാം അങ്ങയുടെ നാം തന്നെ. ഇവിടെ ലാംഗ്വേജിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഭാഷയുടേതായ ഒത്തിരി പ്രശ്നമുണ്ട്. പക്ഷെ ഒരു നാൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് ലാംഗ്വേജ് ബാരിയർ ഇല്ല. അവിടെ നമ്മളെല്ലാവരും പോകാനിരിക്കുന്നതായ സ്ഥലത്ത് ലാംഗ്വേജിന്റേതായ ഭാഷയുടേതായ ഒരു പ്രശ്നവുമില്ല. സെയിം ലാംഗ്വേജ് ആയിരിക്കും. അവിടെ എല്ലാവർക്കും ഒരേ ഭാഷയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. मैं परमेश्वर को एक बार फिर से धन्यवाद करता हूं. സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. यहाँ पर आना मेरे लिए भी एक सौभाग्य है. ഇവിടെ കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. मैं मन में बड़ी शंका कर रहा था कैसा होगा क्या होगा. എന്റെ മനസ്സിൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു, ഇവിടെ വന്നാൽ എങ്ങനെയായി തീരും, എങ്ങനെയൊക്കെ ആകുമെന്ന്. लेकिन कल शाम को जब मैं यहाँ आया, ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ मैंने पास्टर साइमन से जब थोड़ी देर बात किया, ഞാൻ പാസ്റ്റർ സൈമനുമായി അല്പനിമിഷം സംസാരിക്കാനിടയായി തീർന്നു. मुझे समझ में आया आई एम एट द राइट प्लेस. എനിക്ക് മനസ്സിലായി ഞാൻ നിശ്ചയമായി റൈറ്റ് പ്ലേസിലായിരിക്കുന്നു. सही जगह आया हूं, गलत जगह नहीं आया. ഞാൻ യഥാർത്ഥമായി നല്ല സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുവാനിടയായി. मैं परमेश्वर का धन्यवाद करता हूं. ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. उनके उस विश्वास के लिए. അദ്ദേഹത്തിന്റേതായ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. मैं जब उनके बेटे और बेटी के साथ होटल जा रहा था, ഞാൻ അദ്ദേഹത്തിന്റെ മകനും മകളുമായി ഹോട്ടലിലേക്ക് കടന്നു പോകുമ്പോൾ मैंने उनको कहा, ഞാൻ അവരോട് പറയുവാനിടയായി, आपके पापा का विश्वास बहुत बड़ा है. നിങ്ങളുടെ പിതാവിന്റെ വിശ്വാസം ഒത്തിരി വലുതാണ്. शायद ആമേൻ. लोग उन्हें बेवकूफ बोलेंगे. ഒരു പക്ഷേ ആളുകൾ അദ്ദേഹത്തെ ഒരു മണ്ടനായി ചിത്രീകരിക്കാം, ഒരു ഭോഷനായിട്ട് ചിത്രീകരിക്കാം. അല്ലേ പാസ്റ്ററെ? ദൈവത്തിന് അത്തരമുള്ള ഭോഷന്മാർ മതി. ദൈവത്തിന് അപ്രകാരമുള്ള ഒരു ഭോഷനെയാണ് ആവശ്യം. मैं प्रार्थना करता हूं, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ऐसे और मूर्खों को परमेश्वर खड़ा करे. ऐसे और मूर्खों को परमेश्वर खड़ा करे. ഇതുപോലുള്ള ഒത്തിരി ഭോഷന്മാരെ ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. परमेश्वर हम सबको अनुग्रह दे. നിശ്ചയമായി നമ്മുടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിപ്പാനിടയായി. आज यहाँ उपस्थित सबको मैं अपना जय मसीह बोलता हूँ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. मुझे नहीं मालूम आपने परमेश्वर की सामर्थ्य को महसूस किया या नहीं किया. എനിക്കറിയാൻ മേല നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ ആ പ്രവൃത്തിയെയും മനസ്സിലാക്കിയിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. लेकिन मैंने महसूस किया. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അത് मैंने चंगाई को भी महसूस किया. ഞാൻ സൗഖ്യത്തെ എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. मैं कल जब
राजस्थान से यहाँ आया, ഞാൻ ഇന്നലെ രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ मैंने कमर में बहुत बड़ा पट्टी बेल्ट बांध कर आया था। എന്റെ നടുവിൽ ഞാൻ ഒരു വലിയ ബെൽറ്റ് കെട്ടിക്കൊണ്ടാണ് വന്നത്. पूरा बाम लगाकर मेडिसिन लेकर मैं यहाँ आया। ഞാൻ അതിനകത്ത് ഒത്തിരി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു. मैं झुक नहीं पा रहा था, ഞാൻ അതുപോലെ വളയുവാൻ എനിക്ക് लेकिन സാധ്യമല്ലായിരുന്നു. परमेश्वर ने कल रात को मुझे पूरी तरह चंगाई दिया। ഇന്നലെ രാത്രി എന്റെ ദൈവം എന്നെ Praise the Lord. മുഴുവനായി अभी मैं पूरी तरह से झुक पा रहा हूँ। സൗഖ്യമാക്കുവാൻ ഇതുപോലെ നടുവിനെ വളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുവല്ലോ. ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കി. Praise the आप में Lord. से कितने लोगों ने चंगाई को നിങ്ങൾ अनुग्रह को എത്ര പേര് महसूस ഇന്നലെ किया? ഇവിടെ സൗഖ്യമായിരിക്കുന്നു? Praise the Lord. स्तोत्रम। Praise Jesus. मुझे पता है कुछ लोग चंगे हो गए हैं यहाँ। ആമേൻ. ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെയുള്ള കുറച്ച് പേർ നിശ്ചയമായി ഇന്നലെ സൗഖ്യമായെന്ന്. Praise the Lord। आप Praise विश्वास Jesus. करो, നിങ്ങൾ आप बोलो मैं चंगा हो गया हूँ। നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ അത് പറയുക, ഞാൻ സൗഖ്യമായെന്ന്. आप जब यहाँ से बाहर जाएंगे आपकी बीमारी गायब हो जाएगी। ആമേൻ. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിശ്ചയമായി നിങ്ങളുടെ രോഗം മാറിയിരിക്കും. हालेलुया, Praise the Lord. हालेलुया। Praise the Lord. होने दे परमेश्वर की सामर्थ हमारे बीच में, ദൈവത്തിന്റെ സാമർത്ഥ്യം നമ്മുടെ മധ്യ ഉണ്ടാകുമാറാകട്ടെ. परमेश्वर का अनुग्रह हमारे बीच में प्रकट നമ്മുടെ हो। മധ്യ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. प्रभु के दास जब गाना गा रहे थे, പ്രഭു ദൈവത്തിന്റെ ദാസൻ ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ क्रूस के बारे में उन्होंने गाया। ക്രൂശിനെ കുറിച്ച് അദ്ദേഹം പാടിയപ്പോൾ क्रूस से अच्छा चित्र और कोई चित्र है ही नहीं। ക്രൂശിന്റെ ചിത്രം പോലെ ഒരു ചിത്രം, അതുപോലുള്ള ഒരു നല്ല ചിത്രം വേറെ ഇല്ല. ഉണ്ടോ? അതിലും ബ്യൂട്ടിഫുൾ ആയ വല്ല പിക്ചർ വല്ലതും ഉണ്ടോ? ഈ ക്രൂശിന് അത്രയും മനോഹരമായ മറ്റൊരു ചിത്രം ഈ ലോകത്തിലുണ്ടോ? उस क्रूस के बारे में कितना भी गाओ, कितना भी कहो वो कम है। ക്രൂശിനെ കുറിച്ച് നിങ്ങൾ എത്ര പാടിയാലും എത്ര പറഞ്ഞാലും അത് മതിയാകില്ല. Praise the Lord। Praise Jesus. हम जब सुबह को उठें, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, हमारी जब आंख खुले, നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ, हमारी आंखों के सामने न्यूज़पेपर नहीं, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പത്രങ്ങളല്ല, सबसे पहले क्रूस का चित्र आ जाए। നമ്മുടെ കണ്ണിന് മുകളിൽ ആദ്യമായി കടന്നു വരേണ്ടത് ക്രൂശിന്റെ ചിത്രമായിരിക്കും. Praise the Lord। Praise the Lord. മനസ്സിലായോ? Praise the Lord. നിങ്ങൾക്ക് മനസ്സിലായോ? രാവിലെ കണ്ണ് തുറക്കുമ്പോൾ, രാവിലെ നമ്മൾ കണ്ണുകളെ തുറക്കുമ്പോൾ, പത്രം പഠിക്കുന്നതിന് മുമ്പ്, പത്രം വായിക്കുന്നതിന് മുമ്പ് ക്രൂസ് ആയിരിക്കണം നമ്മുടെ കണ്ണിന് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കുന്ന ദൈവം Praise the നമുക്ക് Lord. വേണ്ടി നൽകിയതായ ക്രൂശിന്റെ ചിത്രമായിരിക്കണം. वो इतना इतना सामर्थ्य है। അതിന് ഇത്രമാത്രം ശക്തിയുള്ളതാകുന്നു. हालेलुया। ഹല്ലേലൂയ. फिर उन्होंने कहा परमेश्वर को देना क्या है, आराधना क्या करना है। പിന്നെ അതിനുശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ദൈവത്തെ നോക്കുക, ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? उस क्रूस को देखते हुए, ഹല്ലേലൂയ. ക്രൂശിനെ നോക്കിക്കൊണ്ട് आपका मन अगर उस क्रूस से आनंदित हो जाता है, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് സന്തോഷം പ്രാപിക്കുകയാണ്, और आपके मुंह से चाहे एक दो शब्द ही निकले, ആ ക്രൂശിനെ കുറിച്ച് നിങ്ങളുടെ വായിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നാൽ वही सच्ची आराधना है। അതാണ് ഏറ്റവും നല്ല ആരാധനയായി. वही आराधना है और कुछ भी नहीं। അതാണ് ഏറ്റവും നല്ല ആരാധന, വേറൊരു ആരാധനയില്ല. क्योंकि ये म्यूजिक इंस्ट्रूमेंट शुरू होने से पहले आराधना था। ഈ സംഗീത ഉപകരണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആരാധന ഉണ്ടായിരുന്നു. സംഗീതമൊക്കെ ഒത്തിരി കഴിഞ്ഞ ഉണ്ടായ, സംഗീതമെല്ലാം ഒത്തിരി കഴിഞ്ഞാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് വാദ്യയന്ത്രം തുടങ്ങിയത്. Praise the Lord। लेकिन आदम और हव्वा परमेश्वर के साथ संगति करते थे, आराधना करते थे। ആമേൻ. ആദവും ഹവ്വയും ദൈവമായ യഹോവയായ ദൈവത്തോട് സംഗതി ഉണ്ടാകുകയും അവർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും ഉണ്ടായിരുന്നു. हालेलुया। Praise the Lord. हम जब परमेश्वर को दें, നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ श्रेष्ठ, सबसे उत्तम, ഏറ്റവും നല്ലതും ഏറ്റവും ശ്രേഷ്ഠമായതും കൊടുക്കേണ്ടത്. एक बहुत बड़े एक सुसमाचारक थे, ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകൻ ഉണ്ടായിരുന്നു. मैं उनके बारे में थोड़ा सा बताता ഞാൻ हूं। അദ്ദേഹത്തെ കുറിച്ച് ഒരല്പം പറയാം. छोटे बच्चे थे उस समय, ഒരു ചെറിയ കുഞ്ഞ്, ഒരു കുട്ടി അദ്ദേഹത്തിനോടൊപ്പം 7 या 8 साल के, 7-8 വയസ്സ് പ്രായം വരും. एक बहुत बड़े क्रूसेड में वो बैठे हुए थे। ഒരു വലിയ കൺവെൻഷൻ സന്നദ്ധയിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. जब परमेश्वर को देने के लिए उन समय आया, കർത്താവിന് കൊടുക്കേണ്ടതായ സമയം വന്നപ്പോൾ ऐसा ऑफरिंग बॉक्स उनके सामने आया। സ്തോത്ര കാഴ്ചയുടെ പാത്രങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കടന്നു वो വന്നപ്പോൾ बच्चा बिल्कुल गरीब था, उसके पास कुछ भी नहीं था, ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അവൻ ദരിദ്രനായിരുന്നു, അദ്ദേഹത്തിന്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു. लेकिन उसको देने का बहुत मन है प्रभु को। അവന് ദൈവത്തിന് കൊടുക്കുവാൻ വളരെ ആഗ്രഹവുമുണ്ടായിരുന്നു. उसने सोचा मैं क्या दूं। അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു, ഞാൻ എന്ത് കൊടുക്കും? जब वो बॉक्स उनके पास आया, ആ ബോക്സ് അവരുടെ ആ കുഞ്ഞിന്റെ उसका മുമ്പിൽ मन വന്നപ്പോൾ बहुत टूटा हुआ है, അദ്ദേഹത്തിന്റെ മനസ്സൊത്തിരി കലങ്ങിയിരുന്നു. क्योंकि पॉकेट में कुछ भी नहीं है। അദ്ദേഹത്തിന്റെ പോക്കറ്റിലൊന്നുമില്ലായിരുന്നു. उसने एक काम किया, അദ്ദേഹം ഒരു കാര്യം ഇപ്രകാരം ചെയ്തു. वो छोटा सा बच्चा, ആ ഒരു ചെറിയ കുട്ടി, वो खुद उस बॉक्स के अंदर बैठ गया। ആമേൻ, ആ വലിയ ബോക്സിനുള്ളിലേക്ക് ആ കുഞ്ഞ് ചാടി ഇരിക്കുവാനിടയായി തീർന്നു. उसने खुद को अपने आप को समर्पित कर दिया। ആമേൻ. സ്വയമായി കർത്താവിന്റെ സന്നിധിയിൽ ആ കുഞ്ഞ് സമർപ്പിപ്പാനിടയായി. उस व्यक्ति का नाम क्या था? നിങ്ങൾക്കറിയാമോ ആ കുട്ടിയുടെ പേരെന്താണെന്ന്? डेविड लिविंगस्टन। ഡേവിഡ് ലിവിങ്സ്റ്റൺ. एक बहुत बड़े सुसमाचारक ആമേൻ. बन गए। ഒരു വലിയ പ്രസംഗകനായി തീർന്ന ഡേവിഡ് उसने ലിവിങ്സ്റ്റന്റെ अपने आप को परमेश्वर के हाथों में സ്വയം समर्पित किया। കർത്താവിന്റെ പാത്രത്തിൽ, സ്തോത്ര കാഴ്ചയുടെ പാത്രത്തിനുള്ളിലേക്ക് ഇറങ്ങിയിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. परमेश्वर को जब हम दें, ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ श्रेष्ठ, सबसे अच्छा, അതിനേക്കാൾ ശ്രേഷ്ഠമായത്, प्रेज द लॉर्ड। एक बार
एक राजा ने घोषणा की ഒരു ദിവസം ഒരു രാജാവ് ഇപ്രകാരം ഒരു വിളംബരം कि ചെയ്യുവാനിടയായി. हम सारे शहर के लोग एक साथ मिलकर बैठेंगे ഒരു പട്ടണത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കണം. और उस दिन हम क्या करेंगे? ആ ദിവസം നമ്മൾ എന്ത് ചെയ്യും? सब लोग अपने घर से एक एक बोतल में दूध लेकर आना. എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ഒരു കുപ്പിയിൽ പാല് കൊണ്ടുവരണം. हम सब एक साथ गर्म करेंगे, നമ്മൾ ആ പാലിനെ എല്ലാവരും ഒരുമിച്ച് ചൂടാക്കുവാനിടയായി. एक साथ बैठकर पिएंगे. നമ്മൾ ഒരുമിച്ച് അവിടെ ഇരുന്നത് കുടിക്കുവാനിടയായി. सारे लोग बहुत खुश हो गए. എല്ലാവരും അത് കേട്ട് വളരെ സന്തോഷം जब പ്രാപിക്കാനിടയായി. वहां जाने का समय हुआ, അവിടെ പോകേണ്ടതായ സമയം വന്നപ്പോൾ एक भाई साहब ने सोचा, ഒരു വ്യക്തി പ്രകാരം ചിന്തിച്ചു, यार सब लोग दूध लेकर आएंगे, എല്ലാവരും പാല് കൊണ്ടുവരും. अगर मेरी बोतल में दूध की जगह मैं पानी लेकर जाऊं, അത് എന്റെ കുപ്പിയിൽ ഞാൻ പാലിന് പകരം വെള്ളം കൊണ്ടുപോയാൽ क्या फर्क पड़ेगा? എന്ത് സംഭവിക്കും? അവിടെ कोई फर्क नहीं पड़ेगा. അവിടെ എന്തെങ്കിലും സംഭവിക്കും അല്ലേ? 500 ബോട്ടിലിന്റെ ഇടയിൽ ഒരു വെള്ളം വന്നാൽ ആരും അറിയില്ല. 500 കുപ്പി പാലിനിടയിൽ ഒരു കുപ്പി വെള്ളം വന്നാൽ അവിടെ ഒന്നും സംഭവിക്കില്ല. पर बड़ी दुख की घटना क्या थी? അവിടെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായിരുന്നു. जितने लोग थे അവിടെ എത്രമാത്രം ആളുണ്ടായിരുന്നുവോ सबने यही सोच लिया. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇത് തന്നെ ചിന്തിപ്പാനിടയായി തീർന്നു. सबने यही सोचा. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇത് തന്നെ ചിന്തിച്ചു. आप सोचो वहां पर क्या मिला होगा? അവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, പാലിന് പകരം അവിടെ എന്താണ് ലഭിച്ചതെന്ന്. पानी. सब पानी लेकर आए. എല്ലാവരും വെള്ളം കൊണ്ടുവരുവാനിടയായത്. हम जब परमेश्वर को दें तो ऐसे ना दें. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. जो हमारे पास श्रेष्ठ है वो परमेश्वर को देना शुरू करें. നമ്മുടെ കയ്യിൽ എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത് അത് നമ്മൾ ദൈവത്തിന് जब हम आराधना करें, നമ്മൾ ആരാധിക്കുമ്പോഴും श्रेष्ठ आराधना करें. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ जब हम ആരാധന गीत ദൈവത്തിന്റെ गाएं, സന്നിധിയിൽ വെക്കണം. जब हम गीत गाएं, നമ്മളെപ്പോൾ പാട്ട് പാടുമ്പോൾ दिल की गहराई से गाकर आराधना करें. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ പാടി സ്തുതിക്കാനിടയായി. Praise the Lord. मैं आपको एक और सच्चाई बताऊं. ഞാൻ നിങ്ങൾക്കൊരു സത്യം പറയട്ടെ. कल आप आराधना कर पाएंगे या नहीं कर पाएंगे आपको मालूम है? ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, നാളെ നിങ്ങൾ ആരാധിക്കുവാൻ നിങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമോ? ഒരു പക്ഷേ ഇന്നത്തെ ആരാധന നമ്മുടെ ലാസ്റ്റ് ആരാധനയാണെങ്കിൽ എന്ത് പറ്റും? ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ ആരാധന നമ്മുടെ അവസാനത്തെ ആരാധനയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് ആണെന്ന് ഓർത്തുകൊണ്ട് ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കുക. ആമേൻ. ലാസ്റ്റ് ആണെന്ന് ഇന്നത്തെ നമ്മുടെ ആരാധന ലാസ്റ്റ് ആണെന്ന് ഓർത്തുകൊണ്ട് അത് ശ്രേഷ്ഠമായി ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. वो विश्वस्त है. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. हर परिस्थिति में वो चला. എല്ലാ അവസ്ഥയിലും അവൻ എനിക്ക് Praise the വിശ്വസ്തനാണ്. Lord. Hallelujah. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തെ നമ്മുടെ ആത്മീക ജീവിതത്തെ നിസ്സാരമായി എടുക്കരുത്. कभी भी तुच्छ नहीं जानना. കളിയല്ല. ഇത് कोई छोटी बात नहीं है. രാവിലെ ഞാൻ പറഞ്ഞല്ലോ, मैं सुबह ऐसे आपसे कहा है, अब्राहम मोशा ചെറിയ തെറ്റുകൾ ചെയ്തു. छोटे छोटे अपराध किया है. ദൈവം അവരെ വിട്ടില്ല. सर्वशक्तिमान उन्हें छोड़ा नहीं. നമ്മളുടെ ഓരോ പ്രവർത്തികൾ हमारा ओरो करे कार्य को കണക്ക് കൊടുക്കേണ്ടി വരും. लेखा देना पड़ेगा. Praise the Lord. Praise Jesus. उस दिन के लिए तैयार हो जाओ. हम ആ ദിവസത്തിന് വേണ്ടി തയ്യാറാകാം. नहीं तो हमारा आत्मिक जीवन व्यर्थ है. അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം വ്യർത്ഥമായി. Praise God. Praise Jesus. आज प्रभु की आत्मा हम में से प्रत्येक से पूछती है, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരുടെയും കർത്താവിന്റെ ആത്മാവ് വ്യക്തിപരമായി ചോദിക്കുകയാണ്, क्या आप उस दिन के लिए तैयार हैं? നിങ്ങൾ കർത്താവിന്റെ മുന്നിൽ നിൽക്കുന്ന ആ ദിവസത്തിനായി തയ്യാറായിരിക്കുകയാണ്? अगर नहीं, അല്ല എങ്കിൽ अभी इसी समय ഈ സമയത്ത് प्रभु को कहो, നിശ്ചയമായി കർത്താവിനോട് ഇപ്രകാരം പറയുക, सॉरी लॉर्ड, കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ, forgive me, എന്നോട് ക്ഷമിക്കണമേ, मैं अपने जीवन को बदल रहा हूँ. ഞാൻ എന്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി മാറ്റുകയാണ്, ക്രമീകരിക്കുക. ഞാൻ എന്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി ക്രമീകരിക്കുവാൻ നിന്റെ ആഗ്രഹിക്കുന്നു. മുമ്പിൽ എനിക്ക് നിൽക്കണം. കർത്താവേ എനിക്ക് നിന്റെ മുമ്പിൽ നിൽപ്പാൻ ആഗ്രഹമുണ്ട്. आंखों को बंद करें. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. एक मिनट अपने स्थान पर खड़े हो जाएं. നമുക്ക് എല്ലാവർക്കും നമ്മുടെ യഥാസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. प्रभु की आत्मा ദൈവത്തിന്റെ ആത്മാവ് एक सामर्थ का वचन आपको दे चुका है. നിശ്ചയമായ ഒരു സാമർത്ഥ്യത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കാനിടയായി. ये आपका शारीरिक छुटकारा नहीं है, ഇതിൽ നിങ്ങളുടെ ശാരീരികമായ വിടുതലിന്റെ കാര്യമല്ല, शारीरिक चंगाई नहीं है, നിങ്ങളുടെ ശാരീരികമായ സൗഖ്യത്തെ കുറിച്ചല്ല പറയുന്നത്, लेकिन आत्मिक चंगाई की मैं बात നിങ്ങളുടെ कर रहा हूं. ആത്മാവിന്റെ സൗഖ്യത്തെ കുറിച്ചാണ് പറയുന്നത്. क्योंकि आत्मा की चंगाई എന്തെന്നാൽ ആത്മാവിന്റെ ഒരു സൗഖ്യം शारीरिक चंगाई से बढ़कर है. നമ്മുടെ ശാരീരിക സൗഖ്യത്തെക്കാൾ ഉത്തമമായതാണ്. आंखों को बंद करें, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. प्रभु की ओर देखें, നമുക്ക് കർത്താവിലേക്ക് നോക്കാം. प्रभु से कहें, प्रभु സർവശക്തനായ ദൈവത്തോട് പ്രകാരം പറഞ്ഞാട്ടെ, കർത്താവേ मैं अपने जीवन को ഞാൻ എന്റെ ജീവിതത്തെ सुधारता हूँ. ഞാൻ എന്റെ ജീവിതത്തെ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കുകയാണ്. हर एक गलत बात എന്റെ ജീവിതത്തിലുള്ള എല്ലാ അപരാധങ്ങളും उसे दूर करता हूँ. ഞാൻ മാറ്റിവെക്കുകയാണ്. കർത്താവേ तेरा लहू അങ്ങയുടെ രക്തത്താൽ मेरे ऊपर उंडेल दे. കർത്താവേ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, मुझे शुद्ध कर. എന്നെ ശുദ്ധീകരിച്ചാട്ടെ കർത്താവേ.
अभी इसी घड़ी मुझे शुद्ध कर। കർത്താവേ ഈ സമയത്ത് എന്നെ ശുദ്ധീകരിച്ചാട്ടെ. अभी अगर तू आ जाए, കർത്താവേ നീ ഇപ്പോൾ കടന്നു വന്നാൽ मैं तेरे साथ उठा लिया जाऊंगा. ഞാൻ നിന്നോടുകൂടെ എടുക്കപ്പെടുവാൻ. വിശ്വാസത്താൽ 2 മിനിറ്റ് പ്രാർത്ഥിച്ച ദൈവമക്കളെ, എല്ലാവരും വിശ്വാസത്തോടുകൂടി 2 മിനിറ്റ് പ്രാർത്ഥിച്ചാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമ്മുടെ കർത്താവ് ഇപ്പോൾ നമ്മുടെ മധ്യേ കടന്നു വന്നാൽ, നമ്മുടെ ദൈവം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ അവനോടുകൂടെ എടുക്കപ്പെടുമോ? കർത്താവിന്റെ ശബ്ദം നമ്മുടെ ചെവികളിൽ എത്തപ്പെട്ടാൽ നമ്മൾ ഈ നിമിഷം കർത്താവിനോട് കൂടെ എടുക്കപ്പെടുമോ? നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ചിന്തിക്കാം. നമുക്ക് തന്നെ ഒരിക്കൽ കൂടി ശോധന ചെയ്യാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രകാരം പറയുവാൻ സാധിക്കുമോ? കർത്താവേ, നീ ഇപ്പോൾ വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ? അല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ ഒരിക്കൽ കൂടി സമർപ്പിച്ചിട്ട് നമ്മുടെ അപരാധങ്ങളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ വേണ്ടാത്ത അവസ്ഥകളെ എല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവേ, നിന്റെ രക്തം കൊണ്ട് നീ എന്നെ ശുദ്ധീകരിച്ചാട്ടെ. ഈ സമയത്ത് ഞാൻ ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സ്നേഹവും സമാധാനവും സഹവാസവും നാം എല്ലാവരോടും കൂടെയും ഇന്ന് മുതൽ എന്നേക്കും ക്രിസ്തുയേശുവിന്റെ 2ാം വരവ് വരെ ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നാളത്തെ കൂട്ടായ്മയെ കുറിച്ച് റോബിൻ നമ്മളോട് സംസാരിക്കും.